നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്നുള്ള സിലബസ് ഭാഗത്ത് നിയമനിർമ്മാണ വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ച് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പഠിച്ചുകൊണ്ട് നിയമനിർമ്മാണ വിഭാഗം എന്നുള്ള ടോപ്പിക്ക് നമുക്ക് പൂർണ്ണമാക്കാം. അടുത്ത ക്ലാസ് മുതൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതുവരെയുള്ള ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ഈ രാജ്യത്തിൻ്റെ ദേശീയ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ്. ആ പാർലമെന്റ് എങ്ങനെയാണ് ഒരു ബില്ലിനെ നിയമമാക്കി മാറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമുക്കുണ്ട്, അല്ലേ? ലോക്സഭ പാസ്സാക്കുന്നു, രാജ്യസഭ പാസ്സാക്കുന്നു, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. അപ്പോഴാണ് ഒരു ബില്ല് എന്തായിട്ട് മാറുന്നത്? നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാലോ, ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത് എത്ര ഘട്ടങ്ങളിലൂടെയാണ് എന്ന് ചോദിച്ചാലോ, അല്ലെ? നിയമമായിട്ട് മാറാൻ ഒരു ബില്ല് എത്ര ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം എന്ന് ചോദിച്ചാൽ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. അതിൽ ആദ്യത്തെ ഘട്ടം ഏതാണ്? അതിൽ ഏറ്റവും ഒടുവിലത്തെ ഘട്ടം ഏതാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതാണ് എന്നൊക്കെ ചോദിച്ചാലോ, അപ്പോൾ ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്, ഫസ്റ്റ് റീഡിംഗ്. 5 ഘട്ടങ്ങളിലെ ആദ്യത്തെ ഘട്ടമാണ് ഏത്? ഫസ്റ്റ് റീഡിംഗ് അഥവാ ഒന്നാം വായന. രണ്ടാമത്തെ ഘട്ടമാണ് സെക്കൻഡ് റീഡിംഗ് അഥവാ രണ്ടാം വായന. മൂന്നാമത്തെ ഘട്ടമാണ് കമ്മിറ്റി സ്റ്റേജ് അഥവാ കമ്മിറ്റി ഘട്ടം. നാലാമത്തെ ഘട്ടമാണ് റിപ്പോർട്ട് സ്റ്റേജ് അഥവാ റിപ്പോർട്ട് ഘട്ടം. ഏറ്റവും ഒടുവിലത്തെ ഘട്ടമാണ് തേർഡ് റീഡിംഗ്, മൂന്നാം വായന എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 5 ഘട്ടങ്ങൾ. അതിൽ ആദ്യത്തെ ഘട്ടം ഫസ്റ്റ് റീഡിംഗ്. ആ ഫസ്റ്റ് റീഡിംഗ് ആദ്യത്തെ ഘട്ടത്തിലാണ് ഒരു അംഗം എന്ത് ചെയ്യുന്നത്? ലോക്സഭ, രാജ്യസഭ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു അംഗം എന്ത് ചെയ്യുന്നത്? ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. ഏത് ഘട്ടത്തിലാണ്? ഒന്നാം ഘട്ടത്തിലാണ് ഫസ്റ്റ് റീഡിംഗ് ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ല് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എങ്കിൽ മറ്റംഗങ്ങൾ ആ ബില്ലിനെ എന്ത് ചെയ്യുന്നു? പിന്തുണയ്ക്കുന്നു. ആ ബില്ലിന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ തുടർന്നുള്ള ഘട്ടങ്ങളിലേക്ക് അത് പോകുന്നു, അല്ലെ? ആ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലോ ആ ബില്ല് അതോടുകൂടി തീർന്നു, അതൊരിക്കലും നിയമമാവത്തില്ല. ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രം ഇന്ത്യ ഗവൺമെന്റിന്റെ ഗസറ്റിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും തുടർന്നുള്ള ഘട്ടങ്ങളിലേക്ക് അത് പോവുകയും ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടത്തിലാണ് ഈ അംഗം അവതരിപ്പിച്ച ബില്ലിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് സെക്കൻഡ് റീഡിങ്ങിലാണ്. സെക്കൻഡ് റീഡിങ്ങിൽ ആ തത്വങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് സഭ എന്ത് ചെയ്യുന്നു? ഈ ബില്ലിനെ ഒരു സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നു. സെലക്ട് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഈ ബില്ലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിക്ക് വിടുന്നു, സെലക്ട് കമ്മിറ്റി. അപ്പോൾ ആ സെലക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? സെലക്ട് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നു. അതിനാണ് നമ്മൾ കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. സെലക്ട് കമ്മിറ്റി അംഗങ്ങൾക്ക് വിട്ടു കഴിഞ്ഞു. സെലക്ട് കമ്മിറ്റി അംഗങ്ങൾ അതിനെക്കുറിച്ച് നന്നായി പഠിക്കുകയും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ടാക്കുകയും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാക്കുകയും ആ റിപ്പോർട്ട് എവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു? സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാലാമത്തെ ഘട്ടം റിപ്പോർട്ട് സ്റ്റേജിൽ ഈ സെലക്ട് കമ്മിറ്റി അംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു? സഭ എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ട് സ്റ്റേജ് എന്നറിയപ്പെടുന്ന ഈ നാലാമത്തെ ഘട്ടത്തിലാണ് ഈ ബില്ലിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ബില്ലിൽ ധാരാളം ഭേദഗതികൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ നാലാമത്തെ ഘട്ടത്തിലാണ്. ശരിക്കും അതൊരു നിയമത്തിന് വേണ്ടിയിട്ട് പരുവപ്പെടുന്നത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ റിപ്പോർട്ട് സ്റ്റേജിലാണ്. അപ്പം ഈ പറഞ്ഞ 5 ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ, ഒരു ബില്ലിന്റെ കാര്യത്തിൽ നിയമമാക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ റിപ്പോർട്ട് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ് 5ാമത്തെ ഘട്ടം, അവസാന ഘട്ടം, അതാണ് ഏത്? തേർഡ് റീഡിംഗ് അഥവാ മൂന്നാം വായന, അല്ലെ? അപ്പോൾ റിപ്പോർട്ട് ഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് ചർച്ച
ചെയ്തു. അതിനി അന്തിമ അനുവാദത്തിനായിട്ട് സഭയ്ക്ക് മുമ്പിൽ വയ്ക്കുന്നതാണ് ഏത്? ഫൈനൽ റീഡിംഗ് അഥവാ തേർഡ് റീഡിംഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ 5 ഘട്ടങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പാർലമെന്ററി കമ്മിറ്റികൾ. നമുക്കറിയാവുന്ന കാര്യമാണ്, പാർലമെന്റിന് ഒരുപാട് ജോലിഭാരമുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണ്? പാർലമെന്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ. വർഷത്തിൽ പ്രധാനമായിട്ട് 3 സമ്മേളനങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ബജറ്റ് സെഷൻ, 2 മൺസൂൺ സെഷൻ, അത് കഴിഞ്ഞിട്ട് വിന്റർ സെഷൻ അഥവാ ശൈത്യകാല സമ്മേളനം. അങ്ങനെ 3 സമ്മേളനങ്ങളാണ് ഒരു വർഷത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. അതിനകത്ത് തന്നെ പലപ്പോഴും വാക്കൗട്ടും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 സമ്മേളനങ്ങളിലായിട്ട് ഇത്രയധികം കാര്യങ്ങൾ പാർലമെന്റിന് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്ററി കമ്മിറ്റികളെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെന്ററി കമ്മിറ്റികളുടെ ധർമ്മം എന്താണ്? പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏതിന്റെ ധർമ്മം? പാർലമെന്ററി കമ്മിറ്റികളുടെ ധർമ്മം. പാർലമെന്ററി കമ്മിറ്റികൾ എത്ര തരത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ പാർലമെന്ററി കമ്മിറ്റികൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള കമ്മിറ്റികളാണ്, സ്ഥിരമായിട്ടുള്ള കമ്മിറ്റികളാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ടൈപ്പ്. വേറൊന്ന് ഏതാണ്? അഡ്ഹോക്ക് കമ്മിറ്റി. ഇംഗ്ലീഷിൽ വൊക്കാബുലറി പഠിക്കുമ്പോൾ അഡ്ഹോക്ക് എന്നുള്ള വൊക്കാബുലറി നിങ്ങൾ പഠിക്കും. ആ പറഞ്ഞ ടേം നിങ്ങൾ പഠിക്കും. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോംഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടത്. അതാണ് അഡ്ഹോക്ക്. അപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കുന്ന കമ്മിറ്റികൾ. ഇപ്പോൾ ഒരു അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു, ഒരു പാർലമെന്ററി കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം എന്താണ്? ആ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുക, റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അതിന്റെ ജോലി തീർന്നു. ഇപ്പൊ 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട്, ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പാർലമെന്ററി അഡ്ഹോക്ക് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റികളാണ്, 2 തരത്തിലുള്ള പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റികളാണുള്ളത്. ഒന്ന് ഏതാണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, വേറൊന്ന് അഡ്ഹോക്ക് കമ്മിറ്റികൾ. അപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റികൾ എന്താണ്? പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടവ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരമായിട്ടുള്ളവ. ഇനി അതിൽ നമുക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോട്ട് വരാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി 6 തരത്തിലുള്ള 6 ടൈപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. പാർലമെന്റിൽ 6 ടൈപ്പിലുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഫിനാൻസ് കമ്മിറ്റി. ഏതാണ്? ഫിനാൻസ് കമ്മിറ്റി. 6 ടൈപ്പിൽ ഒരു ടൈപ്പാണ് ഏത്? ഫിനാൻസ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി. വേറൊന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റീസ്. അങ്ങനെ 24 പാർലമെന്ററി കമ്മിറ്റീസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ പാർലമെന്ററി കമ്മിറ്റി എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 24 എണ്ണം ഉണ്ട്. നിലവിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എത്ര എന്ന് ചോദിച്ചാൽ 24 എണ്ണം ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പൊതുവെ 6 ടൈപ്പാണ്. അതിൽ വരുന്ന ഒന്നാണ് ഏത്? ഫിനാൻസ് കമ്മിറ്റി. വേറൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ്. അതാണ് 24 ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിലിപ്പോൾ നമുക്ക് ആദ്യം ഏതിലോട്ട് വരണം? ഫിനാൻസ് കമ്മിറ്റിയിലോട്ട് വരണം. ഈ ഫിനാൻസ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്ത് 3 പ്രധാനപ്പെട്ട കമ്മിറ്റികളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ 3 കമ്മിറ്റികൾ ഏതിനകത്താണ് വരുന്നത്? ഫിനാൻസ് കമ്മിറ്റിക്കകത്താണ് വരുന്നത്. ഫിനാൻസ് കമ്മിറ്റി ഏതിനകത്താണ് വരുന്നത്? പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കകത്താണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിൽ ആദ്യം നമുക്ക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലോട്ട് വരാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലോട്ട് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പഴക്കമുള്ള സാമ്പത്തിക കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി ഏതാണ്? ഏറ്റവും പഴക്കമുള്ള, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫിനാൻസ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഏറ്റവും ഓൾഡസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇത് രൂപീകരിക്കപ്പെട്ടത് 921-ലാണ്. 921-ലാണ്. നല്ല ചോദ്യമാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രൂപീകരിച്ചത് ഏത് കൊല്ലമാണ്? 1921-ലാണ്.
ഇതാണ് ഏറ്റവും പഴക്കമുള്ള ഫിനാൻസ് കമ്മിറ്റി. ശരി, ഇനി ഇതൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്, തീർച്ചയായിട്ടും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് അംഗങ്ങളുണ്ടായിരിക്കും. എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ആകെയുള്ള അംഗങ്ങളുടെ എണ്ണം 22ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ആകെയുള്ള അംഗങ്ങളുടെ എണ്ണം 22ആണ്. 22 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 15 പേർ ലോക്സഭയിൽ നിന്നായിരിക്കും, 7 പേർ രാജ്യസഭയിൽ നിന്നായിരിക്കും. 15ഉം 7ഉം 22 അംഗങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ. ഇവരെ നിയമിക്കുന്നത് ഒരു വർഷത്തേക്കായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രൂപീകരിച്ചത് 921-ലാണ്. ഏറ്റവും പഴക്കമുള്ള ഫിനാൻസ് കമ്മിറ്റിയാണ്. 22 അംഗങ്ങളുണ്ട്. ഒരു കൊല്ലത്തേക്കാണ് ഇവരെ നിയമിക്കുന്നത്. ഒരു കൊല്ലത്തേക്ക്, ആ ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ ആ കമ്മിറ്റിക്കകത്ത് വരും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്, അതായത് ഇത് എപ്പോഴുള്ള കമ്മിറ്റിയാണ്. പക്ഷെ അംഗങ്ങൾക്ക് കാലാവധി ഉണ്ട്, ഒരു കൊല്ലം. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ് നിയമിക്കുന്നത്? സ്പീക്കറാണ് നിയമിക്കുന്നത്. ഈ പറഞ്ഞ അംഗങ്ങളെ ഒരു കൊല്ലത്തേക്ക് നിയമിക്കുന്നത് സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? സ്പീക്കർക്കാണ്. സ്പീക്കറാണ് ഇതിനെ നിയമിക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലെ അംഗങ്ങളുണ്ടെങ്കിലും സ്പീക്കറാണ് ഈ പറഞ്ഞ അംഗങ്ങളെ നിയമിക്കുന്നത്. റിപ്പോർട്ട് കൊടുക്കേണ്ടതും സ്പീക്കർക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരംഗമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തലവനായിട്ട് വരുന്നത്. പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു അംഗമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് തലവനായിട്ട് വരുന്നത്. അതൊരു കീഴ്വഴക്കമാണ്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയാം, മറ്റുള്ള എല്ലാ കമ്മിറ്റികളുടെയും അധ്യക്ഷനായിട്ട് വരുന്നത് ഭരണപക്ഷത്തുള്ള ഒരംഗം തന്നെയായിരിക്കും. കാരണം ഭരിക്കുന്നവർക്ക് എന്ത് ഉണ്ടായിരിക്കും? ഭൂരിപക്ഷം ഉണ്ടായിരിക്കും. അതുകൊണ്ട് മറ്റുള്ള എല്ലാ കമ്മിറ്റികളിലും ഭരണപക്ഷത്തുള്ള ഒരംഗമായിരിക്കും അധ്യക്ഷനായിട്ട് വരുന്നത്. അതേസമയം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കാര്യത്തിൽ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു അംഗമായിരിക്കും എന്നുള്ള കാര്യം അതിനകത്ത് ഓർക്കുക. ഇതൊരു കീഴ്വഴക്കമാണ്. 1967 മുതൽ ഈ കീഴ്വഴക്കം എന്ത് ചെയ്യുന്നു? പാർലമെന്റ് പിന്തുടരുന്നു. നമ്മുടെ ലോക്സഭ 1967 മുതൽ, ലോക്സഭ എന്നല്ല പാർലമെന്റ്, ഈ കീഴ്വഴക്കം 967 മുതൽ എന്ത് ചെയ്യുന്നു? പിന്തുടരുന്നു എന്നുള്ള കാര്യം കൂടി അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒരു ധനകാര്യ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞു അല്ലെ, ഫിനാൻസ് കമ്മിറ്റിക്കകത്ത് വരുന്നതാണല്ലോ. അപ്പൊ ഇതിന്റെ ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് നമുക്കറിയാം, ഇന്ത്യ ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതിന് ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ CAG എന്ന് നിങ്ങൾക്കറിയാം. ഭരണഘടനയിലെ 148-ാം വകുപ്പിൽ പറയുന്ന CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഇന്ത്യ ഗവൺമെന്റ് വരവ് ചെലവ് കണക്ക് നോക്കുന്ന ഉദ്യോഗസ്ഥൻ അല്ലെ. അദ്ദേഹം എന്ത് കാര്യം ചെയ്യുന്നു? അതേ കാര്യം തന്നെ ചെയ്യുന്ന കമ്മിറ്റിയാണ് ഏത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് CAGയുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ആരുടെ കാര്യം പറയും? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അല്ലെ. അപ്പൊ CAG വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി, പാർലമെന്ററി കമ്മിറ്റി അല്ലെ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ CAG റിപ്പോർട്ടുണ്ട്. CAG വരവ് ചെലവ് കണക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിനെയാണ് ആര് പരിശോധിക്കുന്നത്? ഈ പറഞ്ഞ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കുന്നത്. CAG റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിഡന്റിന് കൊടുക്കും. പ്രസിഡന്റ് അത് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. ആ പാർലമെന്റിന്റെ മേശപ്പുറത്ത് നിന്ന് ആ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങളെ ശരിക്കും ക്രോസ് ചെയ്ത് നോക്കുക എന്നുള്ള ജോലിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നിർവഹിക്കുന്നത്. വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുക എന്ന് പറയുമ്പോൾ വരവും ചെലവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റിപ്പോർട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കുന്നത് എപ്പോഴാണ്? വരവ് ചെലവ് കണക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെ. അപ്പോഴത്തേക്കും വല്ല അഴിമതിയൊക്കെ നടക്കാൻ ഉണ്ടെങ്കിൽ നടന്നിട്ടുണ്ടാവും. എന്തായാലും നോക്കുന്ന അതിനെല്ലാം ശേഷമാണ്. അതുകൊണ്ട് തന്നെ വരവ് ചെലവ് കണക്കുകളൊക്കെ ഇഴമുറിച്ച് നോക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി
കമ്മിറ്റിയെ നമ്മൾ പറയാറുണ്ട് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി എന്ന് ചോദിച്ചാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫിനാൻസ് കമ്മിറ്റിക്കകത്ത് വരുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് 950-ലാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ 3 ധനകാര്യ കമ്മിറ്റികളിൽ ഏറ്റവും വലിയ ധനകാര്യ കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. 3 ധനകാര്യ കമ്മിറ്റി, ഇതിനകത്ത് 22 അംഗങ്ങളേ ഉള്ളൂ അല്ലെ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 22 അംഗങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിക്കകത്തും 22 അംഗങ്ങളേ ഉള്ളൂ. അതേസമയം ഏത് കമ്മിറ്റിക്കകത്ത്? എസ്റ്റിമേറ്റ് കമ്മിറ്റിക്കകത്തുള്ള അംഗങ്ങളുടെ എണ്ണം 30 എസ്റ്റിമേറ്റ് കമ്മിറ്റിക്കകത്തുള്ള അംഗങ്ങളുടെ എണ്ണം 30. അപ്പോൾ ഈ പറഞ്ഞ 3 കമ്മിറ്റികളിൽ ആദ്യം ഉണ്ടായ കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പക്ഷെ ഏറ്റവും വലിയ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഇവിടെ ഈ പറഞ്ഞ അംഗങ്ങളുടെ എണ്ണം 30. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 30 അംഗങ്ങളും ലോക്സഭയിലെ അംഗങ്ങളായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 15-7, 22 ഉള്ളതിൽ 15-7 എന്നിങ്ങനെ സ്പ്ലിറ്റ് ഉണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലെ അംഗങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയല്ല, 30 അംഗങ്ങളും ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും. അപ്പൊ അതൊരു ചോദ്യമാണ്. ലോക്സഭയിലെ അംഗങ്ങൾ മാത്രമുള്ള ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതാണ്? പാർലമെന്റിലെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് 1 കൊല്ലത്തേക്ക്. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സ്പീക്കറാണ് അല്ലെ. അപ്പൊ റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? സ്പീക്കർക്ക് കൊടുക്കും. ഈ പറഞ്ഞ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത് സ്പീക്കർക്കായിരിക്കും അല്ലെ. ഇവരുടെ ജോലി എന്താണ്? സർക്കാരിന്റെ എസ്റ്റിമേറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. മറ്റത് വരവ് ചെലവ് കണക്ക് പരിശോധിക്കുക എന്നുള്ളതാണ് അല്ലെ. എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു പാലം പണിയാൻ 100 കോടി രൂപ, ഒരു റോഡ് പണിയാൻ 100 കോടി രൂപ, അങ്ങനെ ഈ പറഞ്ഞ ചെലവുകളുമായി ബന്ധപ്പെട്ട് ഒരു എസ്റ്റിമേറ്റ് എപ്പോഴും ഉണ്ട് അല്ലെ. ബജറ്റിനകത്തൊക്കെ അത് പറഞ്ഞിരിക്കും. ചെലവിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ പറഞ്ഞിരിക്കും. ആ എസ്റ്റിമേറ്റുകൾ ഇവർ ഈ പറയുന്ന തുകയ്ക്കുള്ള ജോലി അവിടെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പൊ അതാണ് ഏത്? എസ്റ്റിമേറ്റ്. ആ എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുന്ന കമ്മിറ്റി ആയതുകൊണ്ടാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഫിനാൻസ് കമ്മിറ്റി. എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കമ്മിറ്റി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി അല്ലെ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു. എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? സർക്കാരിന്റെ എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുന്നു. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു. വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 964 അല്ലെ. അപ്പൊ ഏറ്റവും പഴക്കമുള്ളത് 1921 ആണല്ലോ അല്ലെ. ഈ പറഞ്ഞ കമ്മിറ്റി രൂപീകരിച്ച പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി രൂപീകരിച്ച 1964 1964 ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. വി കെ കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകരിക്കപ്പെട്ട പാർലമെന്ററി ഫിനാൻസ് കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ അത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ്. വി കെ കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപീകരിക്കപ്പെട്ട പാർലമെന്ററി ഫിനാൻസ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എത്ര അംഗങ്ങളുണ്ട്? നേരത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 22 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ. 15 പേര് ലോക്സഭയിലാണ്, 7 പേര് രാജ്യസഭയിലാണെന്ന് പറഞ്ഞില്ലേ. 1 കൊല്ലത്തേക്കാണ് നിയമിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. സ്പീക്കറാണ് നിയമിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. റിപ്പോർട്ട് സ്പീക്കർക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെയാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെയും അവരുടെ ഈ പറഞ്ഞ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെയും അവരെ നിയമിക്കുന്ന രീതിയും അവരുടെ റിപ്പോർട്ടിന്റെ കാര്യമെല്ലാം ഏതുപോലെ തന്നെയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ പോലെ
തന്നെയാണ്. ആ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. ഇവിടെ ഈ പറഞ്ഞ ഓപ്പോസിഷൻ മെമ്പർ അധ്യക്ഷനായിരിക്കുകയില്ല. ഏതിനകത്ത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിൽ ഓപ്പോസിഷൻ മെമ്പർ അംഗമായിരിക്കില്ല. കാര്യം എന്താണ്? അവിടെ ഈ പറഞ്ഞ ഭൂരിപക്ഷം ഉള്ളത് തീർച്ചയായിട്ടും ഭരണപക്ഷത്തു നിന്നുള്ള ഒരു അംഗമായിരിക്കും. അവിടെ എന്തായിട്ട് വരിക? പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിൽ അധ്യക്ഷനായിട്ട് വരിക. ഇത് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ഓപ്പോസിഷൻ മെമ്പർ വരുന്നത് ഇവിടെ മാത്രമാണ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ മാത്രമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളുക. ഈ 3 ധനകാര്യ കമ്മിറ്റികളിലും മന്ത്രിമാര് അംഗമായിരിക്കില്ല. ഈ 3 ധനകാര്യ കമ്മിറ്റികളിലും മന്ത്രിമാര് അംഗമായിരിക്കാൻ യോഗ്യരല്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളുക. പ്രസ്താവന ചോദ്യങ്ങൾ തരും. ഈ പറഞ്ഞ 3 കമ്മിറ്റികളിൽ ആര് വരില്ല? കേന്ദ്രമന്ത്രിമാർ അംഗമായിരിക്കുകയില്ല. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. ചോദ്യോത്തരവേള അല്ലെ, പാർലമെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, ചോദ്യോത്തരവേള, ക്വസ്റ്റ്യൻ അവർ അല്ലെ, ചോദ്യോത്തരവേള. ഇപ്പോൾ ജനപ്രതിനിധികൾക്ക് കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാർക്ക് എന്തിനോട്? ലോക്സഭയോട് കൂട്ടുത്തരവാദിത്വമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള അവകാശമൊക്കെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അത് നിർവഹിക്കുന്നത് ആരാണ്? ആ ജനപ്രതിനിധികളാണ്, അതായത് പാർലമെന്റ് അംഗങ്ങളാണ് അല്ലെ. അപ്പൊ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് അവർ ചോദിച്ചറിയുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള സമയം, അതാണ് ഏത്? ചോദ്യോത്തരവേള എന്നറിയപ്പെടുന്നത്. അത്തരം ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കാൻ അല്ലെങ്കിൽ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ഉള്ള സമയമാണ് ഏത്? ചോദ്യോത്തരവേള എന്നറിയപ്പെടുന്നത്. അത് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ചോദ്യോത്തരവേളയുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ചോദ്യോത്തരവേളയുണ്ട്. ലോക്സഭയിലെ ചോദ്യോത്തരവേള എന്ന് പറഞ്ഞാൽ ലോക്സഭയിലെ സഭാ നടപടികൾ ആരംഭിക്കുന്നത് മുതലുള്ള 1 മണിക്കൂറാണ് ലോക്സഭയിലെ ചോദ്യോത്തരവേള. എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം, രാവിലെ 11 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ് ലോക്സഭയിലെ ചോദ്യോത്തരവേള. രാജ്യസഭയിലെ ചോദ്യോത്തരവേളയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. രാജ്യസഭയിലെ ചോദ്യോത്തരവേള നിലവിൽ 12 മണി മുതൽ 1 മണി വരെയുള്ള സമയത്താണ്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ചോദ്യോത്തരവേള ലോക്സഭയിലെ സഭാ നടപടികൾ തുടങ്ങുന്ന സമയത്ത് തന്നെയാണ്. 11 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ് ലോക്സഭയിലെ ചോദ്യോത്തരവേള. രാജ്യസഭയിലെ ചോദ്യോത്തരവേള എന്ന് പറയുന്നത് 12 മുതൽ 1 മണി വരെയുള്ള സമയമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഈ ചോദ്യോത്തരവേളയിൽ അംഗങ്ങൾ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് 3ആയിട്ട് തരംതിരിക്കാം. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ, സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതോ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ടോ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് അംഗങ്ങൾ ചോദിക്കാറുള്ളത്. ഒന്ന് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ, നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻസ്. ഇനി അല്ലാതെ ഒരു ടൈപ്പ് കൂടിയുണ്ട്, പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് മന്ത്രിമാരല്ലാത്ത പാർലമെന്റ് അംഗങ്ങളോടും മറ്റംഗങ്ങൾക്ക് സഭയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ചോദിച്ചറിയാം. മന്ത്രിമാരല്ലാത്ത പാർലമെന്റ് അംഗങ്ങളോടും പാർലമെന്റിലെ മറ്റ് അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചറിയുന്നതിനുള്ള അവകാശമുണ്ട്. സഭയുമായി ബന്ധപ്പെട്ടിരിക്കണം, ഏതെങ്കിലും പ്രമേയവുമായി ബന്ധപ്പെട്ടായിരിക്കണം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും 3ആണ്, നമുക്ക് മൊത്തത്തിൽ 4 പറയാം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ളവ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞ് എന്താണ് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ? നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നേരിട്ട് സഭയിൽ ഉത്തരം നൽകണം. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നേരിട്ട് സഭയിൽ ഉത്തരം നൽകേണ്ടവയാണ് ഏത്? നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ. അപ്പൊ ആ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അംഗം അത് ഉന്നയിക്കുമ്പോൾ മന്ത്രി അവിടെ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ചോദ്യങ്ങൾ 15 ദിവസത്തിന് മുമ്പായിട്ട്
മുമ്പായിട്ട് 15 ദിവസത്തിന് മുമ്പായിട്ട് സമർപ്പിച്ചിരിക്കണം. ഈ അംഗത്തിന് ഏതിൻ്റെ മറുപടിയാണ് മന്ത്രിയുടെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കേണ്ടത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ 15 ദിവസത്തിന് മുമ്പായിട്ട് അതാത് സഭകളിൽ ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ ആ സഭയുടെ സെക്രട്ടറി ജനറൽ, അല്ലെ, ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒക്കെ സെക്രട്ടറി ജനറൽ ഉണ്ട്. അവരെന്ത് ചെയ്യും? അത് പരിശോധിച്ചിട്ട് അത് ആവശ്യമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് അതാത് മന്ത്രാലയത്തിന് കൈമാറുകയും ആ മന്ത്രാലയം അതിൻ്റെ ഉത്തരങ്ങൾ സോർട്ട് ചെയ്യുകയും അത് അതാത് മന്ത്രിമാർ വന്ന് സഭയിൽ വിശദീകരിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഏത് ചോദ്യങ്ങൾ? നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ. അപ്പൊ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾക്ക് വാക്കാൽ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി എന്ത് ചെയ്യണം? ഉത്തരം നൽകണം. അങ്ങനെ ഉത്തരം നൽകുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. വേറൊരു ഗുണകരമായുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉപചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എത്ര വിമാനങ്ങളാണ് നിങ്ങൾ വാങ്ങിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മന്ത്രി പറയുന്നു 15 വിമാനമാണ് വാങ്ങിച്ചത്. അപ്പോൾ അടുത്ത ചോദ്യം, വലുതെത്ര ചെറുതെത്ര? വലുതെത്ര ചെറുതെത്ര? അപ്പോൾ 10 വലുതും 5 ചെറുതും. ഒരു വലിയ വിമാനത്തിന് എത്രയായി? അപ്പോൾ അത് 3 കോടി രൂപയായി. ചെറുതിന് എത്രയായി? 1.5 കോടി രൂപയായി. അപ്പോൾ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതാണ് നക്ഷത്ര ചിഹ്നങ്ങളുള്ള ചോദ്യത്തിന്റെ പ്രത്യേകത. മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിന് മുമ്പ് കൊടുക്കണം? 15 ദിവസത്തിന് മുമ്പ്. ഈ പറഞ്ഞ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടത് പച്ച നിറത്തിലുള്ള പേപ്പറിലായിരിക്കണം. നക്ഷത്ര ചോദ്യങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടത് പച്ച നിറത്തിലുള്ള പേപ്പറിലായിരിക്കണം. പെട്ടെന്ന് തിരിച്ചറിയാനാണ്. പച്ച നിറത്തിലുള്ള പേപ്പറിലായിരിക്കണം എന്നുള്ള കൂടി അവിടെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ. അപ്പൊ അതിന്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ അതിന് മറുപടി നേരിട്ട് നൽകുകയില്ല. അതുകൊണ്ട് തന്നെ ഉപചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റില്ല, അല്ലെ? നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾക്ക് നേരിട്ട് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാവില്ല. മറുപടി എഴുതിയായിരിക്കും നൽകുക, അല്ലെ? വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ സമയം 1 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഒരുപാട് അംഗം ചോദിക്കാനുള്ള സാഹചര്യം ഇല്ല. 10 മുതൽ 15 വരെ ചോദ്യങ്ങളൊക്കെ ആ 1 മണിക്കൂറിനകത്ത് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഏതാണ്ട് 250 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. 230-നും 250-നും ഇടയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ ആ പറഞ്ഞ ഒരു ദിവസം ചോദിക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ ചോദ്യോത്തര വേള എന്ന് പറയുന്നത് എല്ലാ സഭയുള്ള ദിവസങ്ങളിലും ഈ ചോദ്യോത്തര വേള എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, ആ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് തിരിച്ചറിയാൻ അത് നൽകേണ്ടത് വെള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്തായിരിക്കണം. സ്റ്റാർഡ് പച്ച പേപ്പറിൽ പ്രിന്റ് ചെയ്തായിരിക്കണം. അൺസ്റ്റാർഡ് വൈറ്റ് പേപ്പറിൽ പ്രിന്റ് ചെയ്തായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. നോട്ടീസ് കൊടുക്കേണ്ടത് പഴയതുപോലെ 15 ദിവസത്തിന് മുമ്പേ നോട്ടീസ് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും സഭയിൽ ഉന്നയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഏത് കൊടുക്കുന്നത്? ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. വളരെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ അത് ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സഭയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ ആണ് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. ആ പറഞ്ഞ അതിൻ്റെ കാലാവധി അത് എത്ര ദിവസത്തിന് മുമ്പാണ്? 10 ദിവസത്തിന് മുമ്പ് അതിൻ്റെ എന്ത് കൊടുക്കണം? നോട്ടീസ് കൊടുക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ 10 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്തിരിക്കണം. അപ്പോൾ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ ആണ്. അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞാണ് ചോദ്യമെങ്കിൽ അത് ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ ആണ്. 10 ദിവസത്തിന് മുമ്പേ നോട്ടീസ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. ആ ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ അത് നൽകേണ്ട ഏത് പേപ്പറിലാണെന്ന് ചോദിച്ചാൽ പിങ്ക് പേപ്പറിൽ ടൈപ്പ് ചെയ്ത് വേണം കൊടുക്കാൻ. പിങ്ക് പേപ്പറിലാണ്. അപ്പോൾ ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. 3 തരത്തിലുള്ള ചോദ്യങ്ങളായി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറഞ്ഞെന്താണ്? പ്രൈവറ്റ് ക്വസ്റ്റ്യൻസ്, അല്ലെ? അതായത് പാർലമെന്റിലെ ഒരു അംഗത്തോട് മറ്റൊരു അംഗത്തിന് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള ഒരവസരം. അങ്ങനെ ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ പാർലമെന്റിലെ ഒരു അംഗത്തിന് മറ്റൊരു അംഗത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റും. മന്ത്രിമാരല്ലാത്ത മറ്റംഗങ്ങളോടും ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാനായിട്ട് പറ്റും എന്നുള്ള ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ അത് ചോദ്യോത്തര വേളയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. സാധാരണഗതിയിൽ ഈ ചോദ്യോത്തര വേള മിക്കവാറും എല്ലാ
സഭ നടക്കുന്ന ദിവസങ്ങളിലും ഉള്ളതാണ് അല്ലെ. എല്ലാ സഭ നടക്കുന്ന ദിവസങ്ങളിലും ആദ്യത്തെ 1 മണിക്കൂർ ചോദ്യോത്തര വേളയാണ്. അപ്പൊ അത് ഉള്ളതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായിക്കോണം, പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ഈ ചോദ്യോത്തര വേള ഒഴിവാക്കിയിരിക്കുന്ന സമയം ഏതാണ്? ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്ന സമയത്ത്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടക്കുന്ന സമയത്ത് എന്തില്ല? ചോദ്യോത്തര വേള ഉണ്ടാവില്ല. അതുപോലെ തന്നെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോ അല്ലെ, ധനകാര്യമന്ത്രി രാവിലെ 11 മണിക്ക് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ചോദ്യോത്തര വേളയില്ല. അപ്പോൾ താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിലാണ് ചോദ്യോത്തര വേള പാടില്ലാത്തത്, പറ്റാത്തത്? ജോയിന്റ് സിറ്റിംഗ് നടക്കുന്ന സമയത്ത് പറ്റത്തില്ല. ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് എന്ത് പറ്റാറില്ല? ചോദ്യോത്തര വേള അനുവദിക്കാറില്ല. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പ്രയോഗത്തിലോട്ട് വരാം. 0 അവർ അഥവാ ശൂന്യവേള. 0 അവർ അഥവാ ശൂന്യവേള അല്ലെ. പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്, ഒരുപാട് ടേംസ് ഉണ്ട്. അതിലൊരു ടേമാണ് ഏത്? 0 അവർ. ഏതാണ്? 0 അവർ. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പാർലമെന്ററി നടപടിക്രമങ്ങളിൽ ഇന്ത്യൻ സംഭാവന എന്ന് പറയാറുണ്ട്. പാർലമെന്ററി നടപടിക്രമങ്ങളിൽ ഇന്ത്യൻ സംഭാവന എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ 0 അവർ ആണ്. മിക്കവാറും ഉള്ള ലോക രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ഒരു രീതിയില്ല. ഈ രീതി എവിടെ മാത്രമാണുള്ളത്? ഇന്ത്യയിൽ മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്ററി രംഗത്തിന്റെ സവിശേഷതയായി പറയാവുന്ന ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഏത്? 0 അവർ എന്ന് പറയുന്നത്. ഒരുപാട് പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമമാണ് 0 അവർ. 0 അവർ എന്ന് പറയുന്നത് ഒരു സമയമാണ്. ആ സമയമെന്ന് പറയുന്നത് ഈ ചോദ്യോത്തര വേള കഴിഞ്ഞുള്ള സമയമാണ്. ഞാൻ പറഞ്ഞു ലോക്സഭയിലെ ചോദ്യോത്തര വേള 11 മുതൽ 12 മണി വരെയാണ് അല്ലെ. അത് കഴിഞ്ഞാൽ 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം. 1 മണി എന്ന് പറയുമ്പോൾ ലഞ്ച് ബ്രേക്ക് ആണ്. 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം, ആ സമയത്തിനെയാണ് 0 അവർ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇപ്പൊ ഈ ചോദ്യോത്തര വേള എന്ന് പറയുന്ന ആ സമയത്ത് അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ 10-15 ദിവസത്തിന് മുമ്പ് കൊടുത്തതായിരിക്കണം. അങ്ങനെ എല്ലാവർക്കും കയറി എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ ആ സമയത്ത് പറ്റത്തില്ല അല്ലെ. അതൊക്കെ വളരെ കൺട്രോൾഡ് ആണ്. അത് 12 മണി വരെ മാത്രമേ ഉള്ളൂ. 12 മണി കഴിഞ്ഞ് 1 മണി വരെയുള്ള സമയത്ത് ഈ പറഞ്ഞ അംഗങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉന്നയിക്കാൻ പറ്റുന്ന സമയമായിട്ട് അവർ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തും. അതായത് 12 മുതൽ 1 മണി വരെയുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തും. 11 തൊട്ട് 12 മണി വരെ വളരെ അച്ചടക്കമായിരിക്കും, ശാന്തമായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ കണക്ക് ടീച്ചർ വന്ന് നിൽക്കുന്ന ആ ഒരു പ്രതീതിയായിരിക്കും. 12 മണി കഴിയുമ്പം ഡ്രില്ല് ടീച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്യൂസിക് ടീച്ചർ വന്ന ഒരു രീതിയായിരിക്കും പാർലമെന്റിലുള്ളത്. പെട്ടെന്ന് ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാവും. ഓരോ അംഗങ്ങളും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സഭയിൽ ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എടുത്താൽ എന്താണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പാർലമെന്റിലെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളത് കൊണ്ട് 0 അവറിന് വളരെ വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവ ഈ അടുത്ത കാലത്തായിട്ട് നൽകുന്നുണ്ട്. അപ്പൊ അത് പാർലമെന്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 0 അവർ അല്ലെ. അപ്പോൾ 0 അവർ എന്ന് പറയുന്നത് അംഗങ്ങൾക്ക് അടിയന്തര പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ അവസരം കിട്ടുന്ന ഒരു സമയമാണ് ഏത്? 0 അവർ. എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? 12 മണി മുതൽ 1 മണി വരെയാണ് ലോക്സഭയിൽ ഏത്? ശൂന്യവേള എന്ന് അറിയപ്പെടുന്നത്. ഇനി പാർലമെന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രയോഗമുണ്ട്, ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ നിങ്ങൾക്ക് അറിയാം, ഒരു വലിയ ബ്ലേഡാണ്. പണ്ട് ഫ്രഞ്ച് വിപ്ലവം നടന്നപ്പോൾ ഒരുപാട് പേരെ ഗില്ലറ്റിൽ ഇരയാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ബ്ലേഡാണ് അല്ലെ, കത്തിയാണ്. അതായത് മുറിക്കലാണ് ഗില്ലറ്റിന്റെ ജോലി. അപ്പം നമുക്കറിയാം നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിനകത്ത് ചർച്ചയ്ക്കും സംവാദത്തിനും, ജനാധിപത്യ സംവിധാനത്തിൽ ചർച്ചയ്ക്കും സംവാദത്തിനും വലിയ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മുടെ പാർലമെന്റിനകത്ത് ബില്ലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നല്ല ചർച്ചകളുണ്ട് അല്ലെ, ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ആ ചർച്ചകൾ അനന്തമായി നീണ്ടുപോയാലോ, അനന്തമായിട്ട് നീണ്ടുപോകുന്ന അവസരത്തിൽ സഭയുടെ അധ്യക്ഷൻ ഇടപെട്ടുകൊണ്ട് ചർച്ച നിർത്തിക്കൊണ്ട്
വോട്ടെടുപ്പിലോട്ട് കടക്കുന്നു. എന്ത് കാര്യം തീരുമാനിക്കണമെങ്കിൽ അവസാനം വോട്ടെടുപ്പ് വേണം, അല്ലെ? അപ്പോൾ അനന്തമായിട്ട് ചർച്ച നീളുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നീണ്ടുപോവാണെന്ന് വെച്ചോ, മാർച്ച് 31 കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏപ്രിൽ 1 ഏപ്രിൽ 1 ബജറ്റ് വരേണ്ടതാണ്, അതിന്റെ കാര്യങ്ങൾ തുടങ്ങേണ്ടതാണ്, അല്ലെ? പുതിയ സാമ്പത്തിക വർഷം തുടങ്ങാണ്. അപ്പൊ ആ ചർച്ച അവസാനിപ്പിച്ച് വോട്ടെടുപ്പിലോട്ട് കടക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗില്ലറ്റിൻ. അപ്പോൾ ചർച്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് വോട്ടെടുപ്പിലോട്ട് കടക്കുന്ന ആ ഒരു പ്രക്രിയ, അതിനെന്ത് പറയും? ഗില്ലറ്റിൻ. ഗില്ലറ്റിൻ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കട്ട് മോഷൻ. കട്ട് മോഷൻ മലയാളത്തിൽ നമുക്ക് ഖണ്ഡന പ്രമേയം എന്ന് പറയാം. കട്ട് മോഷൻ, അല്ലെ? കട്ട് മോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, കട്ട് മോഷൻ എന്ന് പറയുന്ന ഖണ്ഡന പ്രമേയം എവിടെ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. ഒരു ലോക്സഭാംഗത്തിന് മാത്രമുള്ള അധികാരമാണ് ഏത്? കട്ട് മോഷൻ എന്നറിയപ്പെടുന്ന ഖണ്ഡന പ്രമേയം. എന്താണ് കട്ട് മോഷൻ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്, ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ ഫിനാൻസ് ബില്ല്, അപ്രോപ്രിയേഷൻ ബില്ലും അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെ? ഫിനാൻസ് ബില്ല് ഇന്ന നികുതി നിർദ്ദേശങ്ങൾ അതൊക്കെ സമർപ്പിക്കുന്നതാണ് ഫിനാൻസ് ബില്ല്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദമൊക്കെ ചോദിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോൾ കട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫിനാൻസ് ബില്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം ഗവൺമെന്റ് സമർപ്പിക്കുമ്പോൾ ഒരു ലോക്സഭ അംഗത്തിന് അതിനെ എന്ത് ചെയ്യാനുള്ള, അതിനെ വീറ്റോ ചെയ്യാനുള്ള അധികാരമാണ് ഏത്? കട്ട് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫിനാൻസ് ബില്ലില് നികുതി നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ നികുതി നിർദ്ദേശങ്ങളെ എതിർക്കാനുള്ള ഒരു ലോക്സഭാംഗത്തിന്റെ അധികാരം, അതാണ് ഏത്? ഖണ്ഡന പ്രമേയം. ഇത്ര ചെലവിലേക്ക് ഇത്ര കാശ് വേണമെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ അത്ര കാശ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഒരു ലോക്സഭാ അംഗം ഈ പറഞ്ഞ വാദിക്കണമെങ്കിൽ അയാൾക്ക് മുമ്പോട്ട് കൊണ്ടുവെക്കാവുന്ന പ്രമേയമാണ് ഏത്? കട്ട് മോഷൻ. അപ്പോൾ കട്ട് മോഷൻ എന്ന് പറയുന്നത് ഫിനാൻസ് ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിന്റെ നികുതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? ബില്ലുകളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോക്സഭാംഗങ്ങളുടെ വീറ്റോ അധികാരമാണ് ഏതെന്ന് പറയുന്നത്? കട്ട് മോഷൻ എന്ന് പറയുന്നത്. കട്ട് മോഷൻ ആർക്ക് മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ? ലോക്സഭാംഗങ്ങൾക്ക് മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. അത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. കട്ട് മോഷൻസ് പലതരത്തിലുണ്ട്, അതിനകത്തോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളുമാണ്. അത് നിങ്ങളും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതുകൂടി ആവുമ്പോഴത്തേക്ക് നിയമനിർമ്മാണ വിഭാഗം എന്നുള്ള ഭാഗം നമ്മൾ പൂർത്തീകരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നു എന്ന് പറയാനായിട്ട് പറ്റൂല. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് അറ്റോർണി ജനറലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, CAG കുറിച്ച് പറഞ്ഞിട്ടില്ല. അതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഉൾക്കൊള്ളും എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയാവുമ്പോൾ നിയമനിർമ്മാണ വിഭാഗവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.